കിറ്റക്സ് എൻ്റെ സ്ഥാപനം തെലങ്കാനയിൽ തുടങ്ങി വിജയകരമായി അത് മുന്നോട്ട് പോകുന്നു. വീണ്ടും ആന്ധ്രയിൽ നിന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രി കിഴക്കമ്പലത്തെത്തുന്നു. വീണ്ടും അവരെ അങ്ങോട്ട് ക്ഷണിക്കുന്നു, കിറ്റക്സിനെ ക്ഷണിക്കുന്നു. ഏറ്റവും അവസാനം ശ്രീനിജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കുന്നത്തനാട് MLA കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്തല്ല എന്നാണ്. ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന പോസ്റ്റല്ല അതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ കിറ്റക്സിൻ്റെ CMD സാബു M. ജേക്കബ് തത്സമയം ടെലഫോണിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ സാബു. അപ്പോൾ താങ്കളും ഈ പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞു കാണും. നിങ്ങൾ ഒരുപക്ഷെ വ്യവസായ മന്ത്രി പറഞ്ഞു, അതിൻ്റെ പിന്നാലെ MLA പറയുന്നു, അപ്പോൾ നിങ്ങൾ മറുപടി പറയുന്നു. അപ്പോൾ ഈ പോര് ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ എപ്പോഴാണിത് ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയുക നമുക്ക്? അല്ല, അത് നമ്മുടെ ഗവൺമെന്റും ഈ പറയുന്ന നമ്മളെ ഭരിക്കുന്നവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇവർക്കൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് അധികാരം കൊടുത്തു കഴിയുമ്പോൾ ആ അധികാരത്തെ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ആ സമ്പ്രദായം പ്രശ്നങ്ങൾക്ക് വരാം. ഞാനൊരു വ്യവസായിയാണ്, വ്യവസായം ചെയ്ത് ജീവിക്കുന്നു. അവർ രാഷ്ട്രീയക്കാരാണ്, അവർ രാഷ്ട്രീയം ചെയ്ത് ജീവിക്കട്ടെ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരുന്നില്ല, അവരെന്റെ ബിസിനസ്സിലും ഇടപെടാൻ വരരുത്. കാരണം എന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് അതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത് വേണമോ വേണ്ടയോ, ഇത് എവിടെ നിർത്തണം, എങ്ങനെ നിർത്താമെന്നുള്ളത്. അവർ നിർത്തിയാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആരെ ആക്രമിക്കാനോ ഞാൻ അതിന് തിരിച്ചു മറുപടി പറയാനോ, ഞാൻ എന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, താങ്കൾ ഈ ഏഷ്യ ന്യൂസിൻ്റെ ചർച്ചയിൽ ഇപ്പോൾ ന്യൂസ് അവറിൽ നടത്തിയ സംവാദത്തിൽ താങ്കൾ എന്തെങ്കിലും നമ്മുടെ വ്യവസായ കാലാവസ്ഥയെക്കുറിച്ച് നിശ്ചിതമായ വിമർശനമല്ലോ നടത്തിയിരുന്നു? ഈ 2020 നടന്ന ഇവിടുത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റില് ഞാനെതിരെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാത്തിലും ഭാഗവാക്കായിട്ടുള്ള ഒരാളാണ്. അതിന്റെ A to Z അറിയാവുന്ന ഒരേ ഒരാൾ ഞാനാണ്. അപ്പോ അതിൽ നടന്ന അതിക്രമങ്ങളും തരികടകളും ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞു. കാരണം അവിടെ 3500 കോടി രൂപയുടെ നിക്ഷേപം ഞാനാണ് വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തത്. അതിനുശേഷം 20,000 കോടി രൂപയുടെ എനിക്കറിയാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വെള്ളപ്പേപ്പറിൽ പൂരിപ്പിച്ച് ഞാനാണ് കൊടുത്തത്. അങ്ങനെ അവരത് 1 ലക്ഷം കോടിയാക്കി അവിടെ 1 മണിക്കൂറിനുള്ളിൽ എഴുതി ഉണ്ടാക്കിയത് ജനങ്ങളെ അറിയിച്ച് കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അതിൽ 1 രൂപ പോലും നിക്ഷേപം വന്നില്ല. അതിലെന്താ തെറ്റ്? അവർ പറയട്ടെ, വന്നെങ്കിൽ കാണിക്കട്ടെ. അപ്പൊ അത് തെറ്റാണെന്നെങ്ങനെയാ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതുപോലെയുള്ള കപടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ അറിയണം. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു സൗഹൃദ അന്തരീക്ഷം നമ്മുടെ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്നില്ല എന്ന രീതിയിൽ താങ്കളുടെ പ്രസ്താവന നടത്തിയല്ലോ. താങ്കളുടെ കിറ്റക്സുകാരുടെ കിഴക്കമ്പലത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇതില് ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടിട്ടുണ്ട്. 2088 അല്ല 565 ദിവസമാണ് CPM ഇവിടെ സമരം നടത്തിയത്. 97 എന്റെ ഫാദറിനെ 82 വെട്ടാണ് വെട്ടിയത് ഇവര്. 2001 ഞങ്ങളുടെ ഫാക്ടറി കയറി എല്ലാം തല്ലിപ്പൊളിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് അക്രമങ്ങളുണ്ട്. അപ്പോ ഇപ്പോ 2021 രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അവര് 1 മാസമാണ് 12 റെയ്ഡുകൾ നടത്തിയത്. അതിനെ തുടർന്നാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. അതിനുശേഷം അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എപ്പോഴും ഏത് സമയത്തും ഞാൻ പറയില്ല, എനിക്ക് ഏത് സമയത്തും ഇവരെ എന്തെങ്കിലും രീതിയിൽ ഒരു പഴുത് കിട്ടിയാൽ എന്നെ അടച്ചു പൂട്ടും, എന്നെ അകത്താക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണത്. അപ്പൊ നമ്മൾ പറയുന്നു നമുക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ എങ്ങനെയാ? ഇപ്പോൾ നമ്മുടെ ഈ കുന്നത്തനാട് MLA PV ശ്രീനിജൻ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്തല്ല എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല ഒരു പോസ്റ്റ് ഇടേണ്ടെന്നുള്ളൊരു കമൻറ്റ് ഞാൻ താങ്കളോട് സംസാരിക്കും മുമ്പ് തന്നെ പൊതുവിൽ പറഞ്ഞിരുന്നു. ശരിക്കും ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ട വാചകമല്ല അതെന്ന് ഞാൻ കരുതുന്നു. ഇതേ അവരവരുടെ നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കൂ. നമുക്ക് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ചിലയ്ക്കുന്ന കാണുമ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണത്. ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. ഈ തെലങ്കാനയിലെ താങ്കളുടെ സ്ഥാപനം ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവിടെ പോയിട്ട് അത് ആശ്വാസകരമായി എന്നാണോ, അതോ കേരളത്തിലായിരുന്നു അല്ലെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഒരു 10 വർഷം മുമ്പ് തീരുമാനമെടുക്കേണ്ടതായിരുന്നു. കാരണം അങ്ങനെയാണോ? 10 വർഷം മുമ്പ് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ കിറ്റക്സിന്റെ മൂല്യം ഏതാണ്ട് 6,000 കോടി രൂപ എത്തി. അതായത് ഞാൻ തെലങ്കാനയിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷം ഏതാണ്ട് 3,500 കോടി രൂപയുടെ മൂല്യമാണ് കൂടിയത്.
ഇപ്പോ ഞാനൊരു 10 വർഷം മുമ്പ് പോയിരുന്നെങ്കിൽ ഇന്ന് 40,000 കോടിയോ 50,000 കോടിയായിട്ട് കിറ്റക്സിന്റെ മൂല്യം കൂടിയിരുന്നേ. അപ്പോ ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്. അതിനെ ഇടയാക്കിയത് ഈ പറയുന്ന പിണറായി ഗവൺമെന്റും ശ്രീനിജനും ഒക്കെ ആണ് അതിൽ പങ്കുവഹിച്ചത്. ശരിക്കും ഞാൻ നന്ദി പറയേണ്ടത് അവരോടാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് താങ്കളെ ആന്ധ്രയിലേക്ക് ക്ഷണിക്കാൻ അവിടുത്തെ ടെക്സ്റ്റൈൽസ് മന്ത്രി വന്നുപോയി. അപ്പോൾ താങ്കൾ ഒരു അനുകൂല നിലപാടെടുത്തോ അതോ താങ്കൾ ജനിച്ചു വളർന്ന മണ്ണെന്നുള്ള നിലയിൽ ഇവിടെ തന്നെ നിൽക്കാൻ താങ്കൾ തീരുമാനിക്കുമോ? എന്തായിരിക്കും ഐഡിയ? ഇതില് നമ്മള് ഈ ലോകം എങ്ങനെ മാറുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളെ അന്വേഷിച്ച് തെലങ്കാനയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മന്ത്രിമാരും ചാർട്ടേഡ് ഫ്ലൈറ്റും ഒക്കെ അയച്ച് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളുടെ ആളുകൾ അത് പഠിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് എന്റെ പിതാവ് ഇത് തുടങ്ങി വെക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ഈ നാടിനോടും ഈ കേരളത്തിലെ ജനങ്ങളോടുമാണ്. ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന കിറ്റക്സില് ഏതാണ്ട് 11,000 ജോലിക്കാരുണ്ട്. ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 6,000-ഓളം ആളുകളുണ്ട്. അപ്പോ എനിക്ക് ഇന്നിത് അടച്ച് തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ 1 വർഷം 400 കോടി രൂപ അധിക ലാഭം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ അടയ്ക്കാത്തത് ഒരേ ഒരു കാരണം, എന്റെ പിതാവ് തുടങ്ങി വെച്ച ആ സ്വപ്നം, അതായത് ഈ നാട്ടിൽ തൊഴിൽ സൃഷ്ടിക്കുക, പുതിയ യുവതലമുറയ്ക്ക് തൊഴിൽ കൊടുക്കുക, നമ്മുടെ ചെറുപ്പക്കാരെ അനാഥരാകരുത്, ആ ഒറ്റ ഒരു ലക്ഷ്യം അത് മാത്രം മനസ്സിലോർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ 400 കോടി രൂപയുടെ ലാഭം, അധിക ലാഭവും പ്രതീക്ഷിക്കാതെ ഞാനിത് തുടർന്ന് കൊണ്ടുപോകുന്നത്. മന്ത്രി പി രാജീവ് ഒരു കാര്യം പറയായിരുന്നു, 4 പേർ ചേർന്ന് തുടങ്ങിയ ഒരു അലുമിനിയം ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഇത്ര കൂടുതൽ വളർന്നത്. ആ വളർന്നത് കേരളത്തിലാണ് എന്ന കാര്യം ഇദ്ദേഹം മറന്നു പോകരുതെന്ന്. ഇതിപ്പോ ഇദ്ദേഹം പലതവണ ആവർത്തിച്ചു. കഴിഞ്ഞ തവണയും ഇത് പറഞ്ഞതാണത്. അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത് പിണറായി മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്നുള്ളത്. ഇത് അവര് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ രാജീവും ഞാനും ജനിച്ച് വളർന്ന മണ്ണാണത്. എനിക്കുള്ള അവകാശമേ രാജീവിനുള്ളൂ. രാജീവിന് അത് ചോദിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് പറയാനായിട്ടുള്ള അധികാരം എന്താണത്, അവകാശം എന്താണത്? ഞങ്ങൾ 60 വർഷമായിട്ട്, ഞങ്ങൾ സാധാരണ കൃഷിക്കാരിൽ നിന്ന് 60 വർഷം കൊണ്ട് രാപകലില്ലാതെ അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത് അത് ആരുടെയും ഔദാര്യമല്ല. LDF ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, പിണറായിയുടെ ഔദാര്യമല്ല, രാജീവിന്റെ ഔദാര്യമല്ല. അവരുടെ ആരുടെയും 5 പൈസ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആട്ടും തുപ്പും ചവിട്ടും തൊഴിയുമല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നിട്ട് അവർക്കത് പറയാൻ എന്താ അധികാരമുള്ളത്? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് അവരെ പോലെ തന്നെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഇനി ഒരു സൗഹൃദത്തിന്റെ വാതിൽ മുഖ്യമന്ത്രിയുമായി തുറക്കാനുള്ള സാഹചര്യമുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? ഒരു പ്രശ്നം ഇവരെയൊക്കെ രക്തത്തിൽ കലർന്നിരിക്കുന്ന പ്രശ്നമാണ്. ഇവര് ജനിച്ച അന്ന് മുതല് ഈ വ്യവസായങ്ങളുടെ മുമ്പിൽ കൊടികുത്തിയും അതിൽ സമരം നടത്തിയും അതിനെ അടിച്ചു പൊളിച്ചും തീ വെച്ചും നശിപ്പിച്ച് ഈ രാജ്യം, ഈ നാട്ടിൽ നിന്ന് നാട് കടത്തിയിരിക്കുന്നവരാണ്. അവരുടെ മനസ്സ് മാറില്ല. അവര് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അവർക്ക് വികസനം കാണാൻ സാധിക്കില്ല. അവർക്ക് ഡിസ്ട്രക്ഷനെ പറ്റുള്ളൂ, നശീകരണമേ അവരുടെ മനസ്സിലുള്ളൂ. ഈ നാട് നന്നാവരുത്, ജനങ്ങൾ നന്നാവരുത്, എന്ന മനസ്സിൽ രക്തത്തിലുള്ള ആളുകള് വിചാരിച്ചാൽ എങ്ങനെ ഇത് നന്നാവും? അതുകൊണ്ട് തന്നെയാണ് കേരളത്തില് നിക്ഷേപം വരാത്തതും വ്യവസായം വളരാത്തതും ഈ കേരളം നന്നാകാത്തതും. താങ്ക് യു ശ്രീ സാബു എം ജേക്കബ്. എന്തായാലും പോരിൻ്റെ ശക്തി കുറയട്ടെ എന്നാണ് ഞാൻ പറയുക താങ്കളോട്. താങ്ക് യു.